അപ്പോൾ ഇന്നത്തെ എൻ്റെ പരീക്ഷണം ഇഡ്ഡലി ഉപ്പുമാവ് കേട്ടോ. സംഭവം ഭയങ്കര ഈസി ആൻഡ് സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എപ്പോഴും ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ആദ്യം ചട്ടി ചൂടാകുമ്പോൾ നമ്മുടെ പൊട്ടിത്തെറി ഐറ്റംസ് ഇടുക. അതായത് ഉഴുന്നും കടുകൊക്കെ ഇട്ട് പൊട്ടിത്തെറിച്ച് അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിയുമ്പോഴത്തേക്കും അടുത്ത പൊട്ടിത്തെറിക്കാനുള്ള നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എനിക്ക് പിന്നെ തീരെ പേടിയില്ലാത്തതുകൊണ്ട് ഒട്ടും കരിഞ്ഞു പോയില്ല ഗൈസ്. ഓക്കെ, അത് കഴിഞ്ഞ് ഇഞ്ചി പച്ചവെള്ളം ഇട്ടപ്പോൾ ഒരു രക്ഷയില്ലാത്ത പൊട്ടിത്തെറി. പേടിച്ച് നല്ല വിളിച്ച് ഞാൻ സവാള അതിലേക്ക് കൊട്ടിയിട്ടു ഗൈസ്. എൻ്റെ ഒച്ചയമ്പളം കേട്ടിട്ട് ഉമ്മ അവിടെ വന്നിട്ട് കാര്യം തിരക്കാം കേട്ടോ. അവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുത്ത് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. വാടിക്കിട്ട് അധികമൊന്നും വേണ്ടത് ഈ ഒരു പരുവം മതി. അത് കഴിഞ്ഞ് അതിലേക്ക് നാരങ്ങനീരാണ് ആവശ്യം കൊടുക്കുന്നത്. വിനാഗിരി എന്ന് കുറച്ചുകൂടി ടേസ്റ്റ് എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ടാട്ടോ അതിട്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ മെയിൻ താരം ആര്, ഇഡ്ഡലി. അത് തന്നെ, അതിനൊന്ന് പിച്ചിക്കില്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കി കഴിഞ്ഞാൽ അതേ സംഭവം റെഡി. ഇത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ, ഭയങ്കര ഈസിയാണ്. എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നെക്സ്റ്റ് ടൈം ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ ഇഡ്ഡലി വല്ലതും ബാക്കി വരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പിന്നെ കാണാം. ബൈ.